ഇപ്പഴാ ഫ്രീ ആയേ. എന്നെ കാണാനോ? സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോ നയൻതാരനെ പോലെയാന്ന് എല്ലാരും പറയുന്നത്. കാണാം. പിന്നെ വിളിക്കാം. സത്യശീലൻ സാറില്ലേ? ഇല്ല. എവിടെ പോയി? നിങ്ങൾ ഈ ഓഫീസിൽ തന്നെയല്ലേ വർക്ക് ചെയ്യണേ? അപ്പൊ പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ പണി? ഈ ഫയലൊക്കെ കെട്ടിപ്പിടിച്ചിരിക്കലോ? ഫയലല്ലേ കെട്ടിപ്പിടിക്കണല്ലോ. ചേച്ചിയുടെ വർത്താനം കേട്ടാ തോന്നുന്നു. ആരാ തന്റെ ചേച്ചി? അയ്യോ, എനിക്കങ്ങനെ പ്രായമൊന്നുമില്ല. തടി നിറം കുറച്ച് കൂടുതലായിട്ട് തോന്നണതാ. ഏത് നിറ കൂടുതല്? കറുപ്പ് നിറം. മീൻ വറുത്തിട്ടുണ്ടെങ്കിൽ 2 മുഴുത്ത ചാള അവന്, എനിക്കൊരു ഞവണിക്ക ചാള. ഓർമ്മയില്ല അല്ലേ? അതൊന്നും സഹിക്കാനും പൊറുക്കാനും എനിക്ക് പറ്റൂല. ഇനിയെങ്കിലും ഞാൻ അതെല്ലാം ലോകത്തിനോട് പുറത്തു പറയും. നീ അന്ന് എടുത്ത് ഇടയ്ക്ക് വറുക്കുന്നതിന്റെ ഇടയ്ക്ക് കഴിക്കൂലായിരുന്നു, അതുകൊണ്ടാണ് അമ്മ അങ്ങനെ ചെയ്തത്. അപ്പൊ അയില വറുത്തതോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീൻ അയില. എന്നിട്ട് അത് വറുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആർക്കും വേണ്ടാത്ത തലക്കഷ്ണം. ഇവൻ ഒന്നല്ലെങ്കിൽ നടുപ്പീസ് അല്ലെങ്കിൽ വാല്. ഇപ്പൊ വറുത്തമീനാണോ ചേച്ചിയുടെ പ്രശ്നം? വറുത്ത മീനിൽ എനിക്കെല്ലാം പ്രശ്നമാണ്. എനിക്കെല്ലാം പ്രശ്നമാണ്. എനിക്കിത് ലോകത്ത്. നിങ്ങൾ ബ്യൂട്ടി പാർലർ തുടങ്ങണം അല്ലേ? അതെ. ശരി. അപ്പോ ഇതില് പാർട്ട്ണർ പേരെഴുതിയിട്ടില്ലല്ലോ. പാർട്ട്ണർ പേരെഴുതൂ. അയ്യോ, പാർട്ട്ണർ ആയിട്ടില്ല, ആലോചിക്കുന്നുണ്ട്. നിലവിൽ സിംഗിളാ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഈ ബിസിനസ് തുടങ്ങണമെങ്കിൽ ഒരാളും കൂടെ പാർട്ട്ണറായിട്ട് വേണം. 2 പേരുള്ള സംഘങ്ങൾക്കാണ് നമ്മൾ 8 ലക്ഷം രൂപ കൊടുക്കുന്നത്. ഇനി 5 പേരുണ്ടെങ്കിൽ അത് ഏകദേശം 20 ലക്ഷം രൂപ വരെ കിട്ടും. നിങ്ങൾക്ക് 8 വേണോ അതോ 20 വേണോ? 8 മതി. സാറിന് ഇഷ്ടമുണ്ടെങ്കിൽ 20 തന്നേക്ക്. ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, പിന്നെയാണ് 5 പേര്. നിങ്ങൾ ആദ്യം ഒരാളെ കണ്ടുപിടിച്ചിട്ട് വരൂ. ചെല്ലു. ഞാൻ ഒരു കാര്യം പറയട്ടെ, സാർ ഒരാളാവോ എന്റെ പാർട്ട്ണർ? പിന്നെ കണ്ടപ്പോഴത്തേനും എല്ലാത്തിനെയും കൂടി തീയിട്ട് കൊല്ലാൻ നോക്കി. പിന്നെ അതല്ലേ ചെയ്യണ്ടേ? ഉറുമ്പിനെയും പാറ്റയും ചെല്ലിയെ കണ്ടു കഴിഞ്ഞാൽ തൂത്തുവാരി അയ്യത്തല്ലേ കളയുന്നേ? അതിനെ കൊണ്ട് അടുക്കളയൊക്കെ മ്യൂസ് ചെയ്യോ? കാക്കറുമ്പിനെയോ? ഇതാണ് പറയുന്നത്, ജനിക്കുമ്പോ വിവരവും വിദ്യാഭ്യാസവും ഉള്ള കുടുംബത്തിൽ ജനിക്കണോന്ന്. കാക്ക ഉറുമ്പോ വിവരമായിട്ട് എന്താ ബന്ധം? ഞാനത് ആദ്യമായിട്ട് കേൾക്കും. അത് കേട്ടിട്ടില്ലേ? ഇല്ല. എടാ, കാക്ക ഉറുമ്പ് വീട്ടിൽ വന്ന് കേറിയിട്ടുണ്ടെങ്കിൽ സമ്പത്ത് കുമിഞ്ഞു കൂടുന്ന, കാശ് കിട്ടും. അന്ധവിശ്വാസം. അതിന് കുട പിടിക്കാൻ നിക്കല്ലേ? ഇത് ആദ്യമായിട്ട് ഞാൻ കേൾക്കുക. ഇത് അന്ധവിശ്വാസം. പിന്നല്ലാതെ ഇത് അന്ധവിശ്വാസമാണ്. ഉറുമ്പിനെ വിളിച്ചു കയറ്റി ആരിവിടെ കാശുകാരായിട്ടുണ്ട്?